രാമ 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 രാമ. വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നോട് നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടും തന്നെ പറയിച്ചു കൊണ്ടും മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നെല്ലാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞൊരനന്തരം വാണിയും മന്ധര തൻ വനാന്തരെ വാണിയിടിനാൽ ചെന്നു ദേവകാര്യസ്ഥമായി. അപ്പോൾ തീവ്രക്രയാം കുബ്ജയും മനസ്സേ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറിനാൽ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൻ. മന്ധരേ, ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്നെപ്പോഴും നീറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്ത് വന്നെടുത്തു. നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർക്കുല മൗലിമാണിക്യമേ. യുദ്ധം അവൾ ചെന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു. കേകയപുത്രിയും ചിത്രമായൊരു ചാമീകരനുപുരം ചിത്തമോദന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റോർത്തനേ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹിക്കുമെനിക്കേറും. രാമനും കൗസല്യദേവിയേക്കാൾ എന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്രമാരെയും ഇല്ലെന്നറിയ നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പുമാം. നന്ദനൻ ഇഷ്ടമല്ലാതൊരു വാക്കു പറയുകില്ലൊട്ടുമേ ഭേദമേ അവനില്ലൊരിക്കലും. അശ്രാന്തമെന്നത്രയേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രതിപൂർവകം. മൂഢേ, നിനക്കെന്തു രാമങ്ങൾ നിന്നൊരു പേടിയുണ്ടാവാനവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, സർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടവളേകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയം കാരണം കേൾക്കനീ. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ ത്വൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെയിതും. രാജാഭിഷേകം കൃത്യം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കത് കണ്ടും നിർഭാഗ്യയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ട് പൊറുക്കുന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളയിലുമാമൊരു വട്ടം വരാതെ വിധിച്ചിടുകില്ലുമാം. സപ്തന്യജാതപരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതില്ല സംശയം. ചൊല്ലുവൻ താൻ തവ നല്ലതു കേൾക്കനേ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലീ കാലം ത്വൽസുതൻ തന്നെ വാഴിക്കും നവവരൻ രാമനീരേഴാണ്ട് കാനനവാസവും ഭൂമിവാലജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനുവനുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലെന്തിനൊരു ഭയവും പ്രാണസമേ തവ ചൊല്ലിത്തരുവാൻ ഞാൻ. മുന്നം സ്വരാസുരയുദ്ധേ ദശരഥൻ തന്നെ
മിത്രാർത്ഥം മഹേന്ദ്രൻ അർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈകൊണ്ടു തന്നെ സൈന്യസമം തൻ തേരിലേറിനാൽ നിന്നോടുകൂടവേ വിണ്ണിലകം പൂക്കു സന്നദ്ധനായി ചെന്ന അസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രക്ഷാക്ഷകീലം പൊരി നെല്ലെന്നറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം കീല രന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം നാമ വേശ്യധൈര്യേണ നീ ചിത്രമത്രേ പത്രിപ്രാണരക്ഷാർത്ഥമായ യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തടർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞതിനും ഭുവനും നിഞ്ചരിതം നന്നും നിരൂപിച്ചാൽ രണ്ടുവരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം മരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമെന്നോരത്തു ചിത്തസമോദം കലർന്നു ചെല്ലിടിനാൽ ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാലുനം വരാതെ തരികെന്നതേ വേണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടിനി ക്ഷിമ്രമിപ്പോൾ ക്രോധകാരം പ്രവിശ്യ കോപേനെ കിടക്കനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതിൽ ശോഭയുണ്ടൊരു കാർക്കൂന്തലഴിച്ചിട്ടു പൂമേനിയും പേടികൊണ്ടണിഞ്ഞങ്ങനെ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധരചൊന്ന പോലെ എന്നതിൻ മുന്തരം കൂടാതെ ചെന്നു കൈകേയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയെ മേവിനാൻ കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവാളവും ഞാനിവിടെ നീടുവാനൽകായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്ത നഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥയായി നൽകുവാൻ 100 ദേശങ്ങളിലില്ല സംശയം എന്നും ഇതിന്നൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൽ മന്ധര പിന്നെ അവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായേറ്റം ദയാത്മിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞയായി നിജ ദേശിക വ്യക്തിത്വയാ സുശീലനായോ യേശുധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്ങയിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ഞനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജയൻ സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജലം പറ്റിയ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജ നേത്രോഭയം നിമിത്തമായി മന്ത്രിപൃഥ്വികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുക്കളുരുണ്ടിനാൽ അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതിത്രയം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധം മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാമവർ ഇന്നെങ്ങു പോയിനാൽ മന്ദമാകുന്നിതൻ മേഷമൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയതിനാൽ ഏവം നരപതി ചോദിച്ചെന്നോർത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൽ ക്രോധാലയം പ്രവേശിച്ചതിനും മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവർ തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയ സുന്ദരി ചൊല്ലുകൊല്ലെന്തിനു വല്ലഭേ നാഥേൻ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോട് കിടക്കുന്നതെന്തുനേ ചെയ്തോ വിമോഹന രൂപേ ഗുണശീലേ
ഖേദമുണ്ടായതെന്തോ ചൊൽകടോ. ഉള്ളവരോടുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ. നാരികളോ നരന്മാരോ ഭവതിയോ യാതൊരു വിപ്രിയം ചെയ്തതു വല്ലഭോ. പണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല. നിരൂപിച്ചാൽ നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പനെ ഞാൻ. വന്ധ്യനെ നൂനം മന്യനാക്കിയിടാം അവന്യനെ വണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമാനന്ദനൻ മംഗലശീലനാം ശ്രീരാമനെ ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിതമിങ്ങനെ ഖേദിപ്പയായി മാം വല്ലഭേ. യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുളച്ചുത്ഥാനവും ചെയ്തു. മന്നവൻ തന്നോട് മന്ദമുരച്ചതാ സത്യപ്രതിജ്ഞയായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുമേ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവാൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. സന്തുഷ്ടചിത്തനായെന്നോ ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരീകെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും. പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ. കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസ്സി വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകില്ലിന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞൊരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര തേജസ വീണിതു ഭൂവനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കാതെയെന്തയ്യേ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ. ചിത്തഭ്രമം ബലമുണ്ടാകയോ മമ മൃത്യുസമമുപസ്ഥിതമാകയോ. കിംകിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചനഃ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവരും മുര ചെയ്തു. എന്തീവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടെന്തു പിഴച്ചു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിന്തെന്തു കാരണം. എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞതെല്ലാം കേൾപ്പു ഞാൻ. എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിലില്ലെന്നൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം. നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ. ധന്യശീല രാമൻ പോകണമെന്നുണ്ടോ. രാമനാലേതും ഭയം നിനക്കുണ്ടാകാമോ. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നു തൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാ ഭ്രാന്തനെന്നാകയോ ഭൂമിപതി ഭവാൻ. ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ. ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാർ. പങ്കജനേത്രനാൻ രാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിന് പോകയിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവാൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥാൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ
ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടല്ലേ. കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിനായി. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സര തുല്യയാൽ ചൊന്നരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരും ഇവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശബ്ദങ്ങൾ സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടു പള്ളിക്കുറുപ്പുണർത്തിയിടിനാൻ. അന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൽ. വിഭ്രമം കൈകൊണ്ട് നിന്നൊരാവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിപ്പിശോജാലജലങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കൂട തലച്ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യാലങ്കാരവും വാരണവാജീരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റു വസിഷ്ഠൻ നിരോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാ. ശ്രീബാലവൃദ്ധാവതി പുരവാസികളാബദ്ധ കൗതുകലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടു മേവിനാൻ. നമ്മുടെ ജീവനം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതിൻ രമ്യമകരായി മണികുണ്ടല സമുദ്ധര ശോഭിത ഗണസ്ഥലങ്ങളും പുണ്ടരീകച്ചല ലോപന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡലത്തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതഭായും കുന്തമകൂള സമാന ദന്തങ്ങളും ബന്ധുകസൂന സമാന ധാരഭാരയും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പഞ്ചലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിയിടു മൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവൂ മംഭോജഭാഷ നിശംഗാജ ജംഘയും കമ്പം കലർന്നു കമടഭ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംഭോജതുല്യമാമൃതങ്ങളും ഇംഭാര്യരത്നം തിരുമേനിയും ഹാരകടക വലയാങ്കുലിയാദി ചാരുത ഭാരണ വലിയും പൂണ്ടുവാരണ വീരൻ കഴുത്തിൽ തിറത്തൊടു കൗരാത്രപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നതും ലക്ഷ്മിനിവാസനാം രാമചന്ദ്രം മുത കാണായി വരുന്നു നമുക്കിനി എന്തിനും മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ്ധനിർണയം രാത്രിയം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോടൗത്സുക്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദ പൂർണ്ണാമൃതാബ്ദിയിൽ വീണും മുഴുകിയും പിന്നെയും പൊങ്ങിയും വീടിയ പൗരവാസികളാദരാൽ. അന്നേരമാദിത്യനു മുതിച്ചിടിനൽ മന്നവൻ പള്ളിക്കുറപ്പുണർന്നിരുന്നു. എന്തൊരു മൂലമതിന്നൊരു മാനസെ ചിന്തിച്ചു മന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും മന്ദപൂരമകം പൂക്കാനതിദ്രുതം രാജീവ മിത്രഗോത്രോത്ഭുത ഭൂപതേ രാജരാജേന്ദ്ര പ്രഭവ ജയ ജയ
യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഭിന്നനായി കണ്ണുനീരും വാർത്തു വൃദ്ധിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലയായി കണ്ടു സമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ച ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തെന്നു മഹാരാജ വല്ലപ്പോ ചൊന്നുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രന്നേരം ധാത്രിപതി ഇന്ദ്രനു നിദ്രയുണ്ടാകിയില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് സ്വതന്ത്രം ഭവിക്കയാൽ രാമേതി ജപിക്കുകയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്തുകയാൽ അത്യന്തമാകിലത് മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനും രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു ശ്രീമന്തരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ ഞാനിഹ രാജീവലോചനെ പോകുന്നതെന്തിങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചൊന്നു നീ തന്നെ വരുത്തുക രാമനെ.